അല്ലാതെ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഫർളിനെ ഒഴിവാക്കുന്ന വിഡ്ഢിത്തം ഹംബലി മദ്ഹബിൽ ഇല്ല മുജാഹിദുകളെ. അത് നിങ്ങളുടെ മദ്ഹബിൽ മാത്രം ആണുള്ളത്. സുന്നത്തിന് വേണ്ടി ഫർള് ഒഴിവാക്കുന്ന വിഡ്ഢിത്തം നിങ്ങളുടെ മദ്ഹബിൽ മാത്രമാണ് മുജാഹിദുകളെ നിങ്ങൾ പറഞ്ഞത്. അവാലിക്കാരെ പരാമർശിച്ച ഹദീസ് എടുത്തിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? അത് നിങ്ങളൊന്ന് കേൾക്ക്. ഫമൻ അഹബ്ബ അയ്യന്തളിറൽ ജുമുഅ, ആരെങ്കിലും ജുമുഅ പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ മിൻ അഹ്ലിൽ അവാലി, അഹ്ലുൽ അവാലിൽ നിന്ന്, അതായത് മദീനയുടെ വളരെ വിദൂരമായ പ്രദേശത്ത് ഒരു കുന്നിൻ മുകളിൽ താമസിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവർക്ക് പെരുന്നാൾ നിസ്കാരത്തിന് എത്തണയിൽ തന്നെ രാവിലെ സുബഹിക്ക് അവരുടെ നാട്ടിൽ നിന്ന് വരണം. അവരുടെ നാട്ടിലാണെങ്കിൽ ജുമയുമില്ല, പള്ളിയോ ജുമയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ മദീനയിലേക്കാണ് വരാറ്. ഒരുപാട് യാത്ര ചെയ്യണം. എന്തായി അവാലിക്കാർക്ക് മടങ്ങിപ്പോകാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുവാദം കൊടുത്തു എന്നാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ ഭാഷയിൽ വലിയ മണ്ടത്തരായി അത്. ഏത് സുന്നത്തെടുത്ത് ഫർള് ഒഴിവാക്കാൻ അനുവാദം കൊടുത്തു എന്നാണ്. അവാലി എന്ന് പറഞ്ഞാൽ അവിടുന്ന് 2 മൈൽ കുറച്ച് ദൂരെയുള്ള ആളുകളാണ്. 2 മൈൽ മുതലുള്ള ദൂരം. അപ്പൊ 2 മൈൽ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകൾക്ക് എന്ത് വലിയ മണ്ടത്തരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങളും പറഞ്ഞു അത്? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞത് നിങ്ങൾക്ക് വിവരമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തോന്നിയതാണ്. കാരണം അവാലിക്കാർക്ക് ഓൾറെഡി ജുമാ നിർബന്ധമില്ല. ഇതൊക്കെ ഈ പണിക്ക് ഇറങ്ങുമ്പോഴേ കുറച്ചൊക്കെ കിതാബൊക്കെ നോക്കിയിട്ട് വരണം. അവാലിക്കാർക്ക് ഓൾറെഡി ജുമാ നിർബന്ധമില്ല. അങ്ങനത്തെവരായിരുന്നു അവർ. മനസ്സിലായോ? അവിടെ ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്തെടുക്കേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല. അവർക്ക് പോലും വന്നിട്ടില്ല. അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒരു ഇളവ് കൊടുത്തിട്ടില്ല. കാരണം അവരുടെ നാട്ടിൽ ജുമാ നടത്താൻ മാത്രമുള്ള ആളുകളില്ല. അവർക്ക് മദീനയിലേക്ക് വരണമായിരുന്നു. ആ നാട്ടിൽ ജുമാ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് മറ്റൊരു നാട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കുകയോ ചെയ്യണം. ഒന്നുകിൽ ആ നാട്ടിൽ ജുമാ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ജുമാ നിർബന്ധമാവില്ല. അപ്പോൾ ആ തരത്തിൽപ്പെട്ടവരായിരുന്നില്ല അവർ. അവർക്ക് ഓൾറെഡി ജുമാ നിർബന്ധമില്ല. മനസ്സിലായോ? ഈ കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? ഇത് ഞാൻ പറയുന്നതല്ല. മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുകയാണ്, ഫളാഹിറുൽ ഹദീസി ഫീ കൗനിഹിം മിൻ അഹ്ലിൽ അവാലി അന്നഹും ലം യകൂനു മിമ്മൻ തജിബു അലൈഹിമുൽ ജുമുഅ ലിബുഅദി മനാസിലിഹിം അനിൽ മസ്ജിദി. ഓൾറെഡി അവർ ജുമുഅ നിർബന്ധമുള്ളവരായിരുന്നില്ല. പെരുന്നാൾ നിസ്കാരം എന്ന സുന്നത്തിന് വേണ്ടി ജുമുഅ എന്ന ഫർള് ഒഴിവാക്കാമെന്നുള്ള വിഡ്ഢിത്തം പറഞ്ഞത് മുജാഹിദുകൾ മാത്രമാണ്. ഇതെല്ലാ മുജാഹിദുകളും ഇല്ല. അപ്പോൾ കൂടുതൽ മുജാഹിദുകൾ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയാണ്. പിന്നെ ഇയാൾ തന്നെ ഒരു മൗലവിൻ്റെ ഒരു ഉസ്താദിൻ്റെ ക്ലിപ്പ് ഇടുന്നുണ്ട്. അതിൻ്റെ അവസാനത്തിൽ തന്നെ ആ ഉസ്താദ് പറയുന്നുണ്ട്, എന്ത്, ഇത് വഹാബികൾക്കല്ല കേട്ടോ, ഇത് ഹംബലി മദ്ഹബുകാർക്കാണ് എന്ന് അയാൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗത്ത്. പിന്നെ ഇയാൾ ചോദിക്കുന്ന ഒരു മണ്ടത്തരം, നിങ്ങൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചാൽ എന്തായിരിക്കും? ഞങ്ങൾ ഹംബലി മദ്ഹബ് സ്വീകരിച്ചാൽ ഞങ്ങളെന്താ ചെയ്യുക? രാവിലെ ഞങ്ങൾക്ക് ഫർളായ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കും. ഹംബലി മദ്ഹബ് പ്രകാരമാണല്ലോ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കുക. അപ്പോൾ ഹംബലി മദ്ഹബിൽ പെരുന്നാൾ നിസ്കാരം ഫർളാണ്, 40 ആളുകൾ ഉണ്ടായിരിക്കണം, ജുമുഅ പോലെയാണ്. അങ്ങനെ ഞങ്ങൾ ഫർളായ നിസ്കരിക്കും. അല്ലാതെ ഏതെങ്കിലും റുഖ്സക്ക് വേണ്ടിയിട്ട് ഇളവിന് വേണ്ടിയിട്ട് മദ്ഹബ് ചാടാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് ഞങ്ങളെ പണ്ഡിതന്മാർ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ 11 മണിക്ക് ഹംബലി മദ്ഹബ് ആകുക, രാവിലെ മുജാഹിദാകുക, എന്നിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടൊരു 12 മണിയാകുമ്പോൾ ഹംബലി മദ്ഹബുകാരാകുക. നിങ്ങളിവിടെ ചെയ്യുന്നത് സത്യത്തിൽ പല്ലി ശത്രുവിൻ്റെ മുന്നിൽപ്പെട്ടാൽ വാല് മുറിച്ചിട്ട് ഓടും. കാരണം ആ ശത്രുവിന് വാലിലേക്കായിരിക്കും ശ്രദ്ധ. പല്ലി ആ ഗ്യാപ്പിൽ കടന്നു കളയും. ഇതാണിപ്പോൾ നിങ്ങൾ ചെയ്യുന്നത്. ഹംബലി ഇമാമിൻ്റെ മേത്തേക്ക് ഇട്ടിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ശരിക്കാരാണ്? നിങ്ങൾ മദ്ഹബുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? മദ്ഹബ് മുസീബത്താണെന്ന് പറഞ്ഞ കൂട്ടരല്ല നിങ്ങൾ. മദ്ഹബ് മുസീബത്താണ്. ആരാ പറഞ്ഞത്? നിങ്ങളുടെ നേതാവ് ഉമർ മൗലവി സൽസബീലിലാണ് എഴുതിയത്. ഈ മദ്ഹബുകൾ മൂലവും ഫിഖിഹിൻ്റെ കിതാബുകൾ മൂലവും ഇസ്ലാം മതത്തിന് നേരിട്ട മുസീബത്തുകൾ വമ്പിച്ചതാകുന്നു. സൽസബീൽ 1972 അവിഭക്ത മുജാഹിദിൻ്റെ സൽസബീലിലാണ് ഇത് വന്നത്. അന്ന് വിഷ്ടവും കഷ്ടവും ശിഷ്ടവും ഒന്നുമില്ല. മനസ്സിലായില്ല? അന്ന് ജിന്നും ശൈത്താനൊന്നുമില്ല. അന്ന് മുജാഹിദുകളൊക്കെ ഒന്നായിരുന്നു.
ആ സമയത്താണ് ഈ ഉമർ മൗലവി എഴുതിയത് മദ്ഹബുകൾ മുസീബത്താണ്. എന്നിട്ട് ആ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർ വലിയ മദ്ഹബിൻ്റെ ആളുകൾ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്നേഹിക്കുന്ന ആളുകളായിട്ട് മാറുക. പല്ലി ചെയ്യുന്ന പണിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട, മനസ്സിലായില്ലേ? കുറച്ച് താടിയൊക്കെ നീട്ടി വേഷം കെട്ടി ഇറങ്ങിയാൽ ഇത് ദീനിൻ്റെ കാര്യമാണ്. ഇപ്പം തന്നെ നിങ്ങളുടെ ഫൈസൽ മൗലവിക്ക് മറുപടിയുമായിട്ട് എത്ര മുജാഹിദുകൾ രംഗത്ത് വന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, ഒന്നല്ല നിരവധി ഹദീസുകളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നില്ലേ? ആ പറയുന്നത് കേട്ടോക്കി. ഒരു ഹദീസ് ഉണ്ട്, ഒരു ഹദീസ് ഒന്നല്ല ഒരുപാട് ഹദീസ് ഉണ്ട്, ഇളവ് നൽകിയ കേട്ടല്ലോ. ഒരു ഹദീസ് ഒന്നല്ല ഒരുപാട് ഹദീസ് ഉണ്ട്. ഈ ഹദീസിൻ്റെ അവസ്ഥ എന്താണ് എന്ന് മറ്റൊരു മുജാഹിദ് പറയാണ്, അതും മുഴുവൻ ലൈഫാണ്, ലൈഫായ ഹദീസുകളാണ്. ലൈഫായ ഹദീസാണെങ്കിൽ മുജാഹിദുകളെ സംബന്ധിച്ച് അവരുടെ തിയറി അനുസരിച്ച് ഒരൊറ്റൊന്നും അമല് ചെയ്യാൻ പറ്റൂല. നിരവധി പ്രസംഗങ്ങൾ, നിരവധി ഗ്രന്ഥങ്ങളിൽ നിങ്ങളത് എഴുതി വച്ചിട്ടുണ്ട്. ലൈഫാണെങ്കിൽ ഒരു ചെറിയ ലോഫുണ്ടെങ്കിൽ പോലും അമല് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ നിരവധി സ്ഥലത്ത് പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. മുജാഹിദുകാരൻ പറയട്ടെ ഈ ഹദീസുകളുടെ അവസ്ഥ എന്താണെന്ന്. നമ്മളല്ല കേട്ടോ, മുജാഹിദ് ഈ മൗലവി പറയാം. ഒന്നല്ല നിരവധി ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞില്ല മൗലവി. ആ മൗലവിൻ്റെ അതേ മുജാഹിദുകാരൻ പറയുകയാണ് ഇത് മുഴുവൻ ലൈഫാണ്. എന്നാൽ വളരെ ആഴത്തിൽ ഇതുമായി നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ ഈ ഹദീസുകളിലെല്ലാം തന്നെ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. കണ്ടോ, ഈ ഹദീസുകളിലൊക്കെ ചെറിയ ചെറിയ ദുർബലതകളുണ്ട്. അപ്പോൾ ചെറിയ ലോഫാണെങ്കിൽ പോലും അമല് ചെയ്യാൻ പാടില്ല എന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെ നിങ്ങൾ ഹദീസ് കൊണ്ട് അമല് ചെയ്യുക? അപ്പോൾ ഇത് ഉറപ്പാണ്, നിങ്ങൾ ഈ വിഷ്ടം ഇതുകൊണ്ട് പെട്ടിട്ടുണ്ട്. മറ്റുള്ള മുജാഹിദുകളൊക്കെ നിങ്ങൾക്കെതിരാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഉസ്താദും സൈദ്ധാന്തികനുമായ ഫൈസൽ മൗലവി സ്വന്തമായി ഗവേഷണം ചെയ്തുണ്ടാക്കിയതാണെന്ന് മാലോകർക്ക് മനസ്സിലായി. ആ കാര്യങ്ങൾ കൂടുതൽ മുജാഹിദുകൾ വ്യക്തമാക്കുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം. ചെറിയ ചെറിയ ദുർബലതകൾ ഈ ഹദീസുകളിലൊക്കെയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ പെരുന്നാളും ജുമഅയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാറ്റിലും ഇത്തരം ദുർബലതകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ വെള്ളിയാഴ്ച ജുമഅ നടക്കണം, പള്ളി കമ്മിറ്റിയെ സംബന്ധിച്ച് ജുമഅ നടത്തണം. ഖതീബ് ആർക്കും വരാം, ഖതീബ് നിർബന്ധമില്ല, ഖതീബിടെ വന്നാൽ മതി, ഞാൻ തന്നെ കൊള്ളുന്നില്ല, പങ്കെടുക്കുന്ന നിർബന്ധമില്ല. രണ്ട് ഒന്നിച്ച് വന്നാൽ വെള്ളിയാഴ്ച പള്ളി കമ്മിറ്റി മാത്രം മതി, മൈക്ക് സെറ്റ് ഓണാക്കാൻ ഒരാൾ മതി, അത്രേ. ഇമാമും വേണ്ട, ഒന്നും വേണ്ട. നൂറുസ്കരിക്കാൻ പറ്റുന്ന ആൾക്കാർ നൂറുസ്കരിച്ച് പോയിക്കോട്ടെ. എവിടുന്നാണ് നിനക്ക് ദീൻ പഠിച്ച്? ഫഖീഹായ കർമ്മശാസ്ത്ര മസാലകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ അതെന്തിനാ വീഡിയോ എടുക്കേണ്ട ആവശ്യം? പള്ളിനുള്ളിൽ നിന്ന് വയസ്സായിട്ട് പറഞ്ഞു കൊടുത്താൽ പോലെ. ഇപ്പൊ എന്തുണ്ടായി? അത് ക്ലിപ്പിട്ട് മറ്റുള്ളവർ പറയാണ്, കണ്ടില്ലേ പെരുന്നാൾ സ്കാരത്തിന് പങ്കെടുത്താൽ പിന്നെ അവന് വെള്ളിയാഴ്ച ജുമയ്ക്ക് വരണ്ടാന്നാണ് മുജാഹിദികൾ പറയുന്നത്. മുജാഹിദികൾ അങ്ങനെ പറയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലുള്ള കള്ളനാണയങ്ങൾ പറയും. ഓർക്ക് അള്ളാന്റെ ഖുർആൻ വരെ തുറയാക്കാനും ചെയ്യാൻ മടിയില്ലാത്തവരാണ്. അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമഅ നിർബന്ധമില്ല, ളുഹ്ർ മതി. എങ്ങനെ സഹോദരൻ നിർബന്ധമാണ് ജുമഅ? ഒരു നിർബന്ധം ഒരു കേവലം രാവിലത്തെ സുന്നത്ത് നിസ്കാരം കൊണ്ട് വീടുവോ? നിങ്ങൾ പറഞ്ഞത് എങ്ങനെ മറികടക്കല്? എന്ത് മസലാണ് അയാൾ പറയണത്? അവർ രാവിലെ പെരുന്നാൾ വന്നാൽ ഇനി വരെ ജുമഅ നിർബന്ധമില്ല, വിസ്റ്റം ഈ അടുത്ത കാലം വരെ വിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന 2025 വരെ വിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ്, വിഷ്ടത്തിലാണോ കഷ്ടത്തിലാണോ ശിഷ്ടത്തിലാണോ എന്നറിയില്ല. വിസ്റ്റത്തിലുണ്ടായിരുന്ന ജിന്ന് തന്നെയാണ്, ജിന്ന് മുജാഹിദ് തന്നെയാണ് ആ പറയുന്നത് കേട്ടോ. സാജിദ് മൗലവി എന്ന് പറയുന്നത് തിരൂരങ്ങാടി, അതായത് മുജാഹിദ് ബാലുശ്ശേരിയുടെ വീട്ടിൽ ജിന്ന് ചികിത്സക്ക് നേതൃത്വം നൽകിയ പ്രമുഖ ജിന്ന് ചികിത്സാരിയാണ് അദ്ദേഹം. അപ്പോൾ ആ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട മുജാഹിദ് തന്നെയാണ് ആ പറയുന്നത്. ആ തൊപ്പി കണ്ടിട്ട് നിങ്ങൾ സുന്നിയാണെന്നിട്ട് വിചാരിക്കണ്ട. മൂപ്പരാണ് ആ പഠിപ്പിച്ചു കൊടുക്കണേ ഫൈസലിന്. എന്ത് തോന്നിയാസാ പറയണത്. ഇനി മറ്റുള്ള ഗ്രൂപ്പുകൾ പറയുന്ന ഒന്ന് കേട്ടോക്കി. ഹദീസിന്റെ റിപ്പോർട്ട് പദങ്ങൾ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹദീസ് മറ്റ് ഹദീസുകൾ വായിക്കുകയും ഇതിന്റെ തന്നെ ശറഹ് വായിക്കുകയും ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് അന്ന് മദീനയിൽ ഒറ്റ പള്ളിയേ ഉണ്ടായിരുന്നുള്ളൂ. വിദൂര ഗ്രാമങ്ങളിൽ നിന്ന്, ഉയർന്ന മലഞ്ചെരുവുകളിൽ നിന്ന്, വാദികളിൽ നിന്നൊക്കെ സ്വഹാബികൾ കഷ്ടപ്പെട്ട് പെരുന്നാൾ നമസ്കാരത്തിന് മദീനയിലെത്തുമായിരുന്നു. അവർ ഇനി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് തിരിച്ച് ആ പൊരി വെയിലത്തൂടെ ആ മരുഭൂമി ഇങ്ങോട്ട് തന്നെ താണ്ടേണ്ടതില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം.
അതല്ലാതെ കോട്ടപ്പടി പള്ളിന്റെ അപ്പുറത്ത് താമസിക്കുന്ന ശ്രീധരവിക്ക് ജുമാ നിസ്കാരം ഇപ്പൊ നിർബന്ധമില്ല എന്നല്ല ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ രാവിലെ പെരുന്നാസ്കാരത്തിന് വന്നാൽ ഇനി വരെ ജുമാസ്കാരം നിർബന്ധമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി. നമ്മൾ 2 ജുമാക്കും വരണം. പെരുന്നാളാകുന്ന ഇതിനും വരണം, ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ചയാണെങ്കിൽ വെള്ളിയാഴ്ചയും വരണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സാഹചര്യമുണ്ട്, അത് ആ കാലഘട്ടത്തിലാണ്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്ന ആൾക്കാർ എന്തിനെങ്ങനെ വെറൈറ്റി ഇസ്ലാമിൽ ഉണ്ടാക്കുന്നത്, ചിത്രം ഉണ്ടാക്കണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ജനങ്ങൾ മൂക്കാരിട്ട് വലിച്ച പള്ളിക്ക് വരാത്ത കാലമാണ്. കണ്ടോ, ഇതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ മുജാഹിദുകളെ പള്ളിയിൽ കിട്ടാനില്ല, മൂക്കയറിട്ട് വലിച്ചാൽ വരെ കിട്ടണില്ല എന്നാണ് പറയുന്നത്. അങ്ങനത്തെ മുജാഹിദുകളെ എന്തിനാണ് ഇങ്ങനെ ഫിത്തിന ഉണ്ടാക്കണതെന്നാണ് ആ ജിന്ന് മൗലവി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫൈസലിൻ്റെ കുഞ്ഞാടും ഒക്കെ ഇതൊന്ന് ശരിക്ക് കേട്ട് പഠിക്കുക. ഇനി നിങ്ങൾ തമ്മിലായിക്കോളി, ഇനി ഞങ്ങൾ ഇന്ന് വല്ലാണ്ട് മാറിക്കട്ടെ. ഇനി നിങ്ങൾ തമ്മിൽ ഇതൊന്ന് തീരുമാനമാക്കിയിട്ട് ജനങ്ങളോടൊന്ന് അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.